അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ഫലമായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന ഈ വെളുപ്പാങ്കാലത്തിൽ നിന്ന് പ്രാർത്ഥന കൂടുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, ചില സമയത്ത് ചിലർക്ക് രോഗികൾ താമസമൊക്കെ പോകും എഴുന്നേക്കാൻ. ഇപ്പം കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ 5:30 കൂടാൻ പറഞ്ഞിരിക്കണത്. എല്ലാവരും തടിയെ ജീവനുള്ളവരെല്ലാം ആ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. അപ്പം ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിപ്പോവും ആ സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിലായിപ്പോവും. അപ്പം ആ ഒരു എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാകും. അപ്പം നമുക്ക് പറ്റുന്ന സമയത്താണ് കൂടണത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. കർത്താവെ, ആ സമയത്ത് എപ്പോൾ കൂടിയാലും അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണം. കർത്താവെ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്ധിപ്പുള്ളൂ. നീയാണ് വഴി, നീയാണ് വാതിൽ. നിന്നിലൂടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി അടിയറ വെച്ചിരിക്കുകയാണ്. കർത്താവെ, ശാരീരികമായി തളർന്നു കിടക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗാതുരര്, പനി പിടിച്ചിരിക്കുന്നവരും, കടലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്തവരും, പൊങ്ങിയിട്ട് നീരും വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വേദന ഉള്ളവരുണ്ട്. അവരെല്ലാം ദൈവമേ സ്പർശിക്കണമേ. കർത്താവെ, എവിടെ പോകാനാണെന്നും വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അവർ പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. ദൈവം, എങ്കിലും ഞാൻ അവരെ
നിൻ്റെ നാമത്തെ ആസ്വദിക്കുകയാണ്. അവർ പോകും ദൈവമേ. അവിടെ കൂടെ അമ്മയെ, പരിശുദ്ധമ്മേ, അമ്മ പോകണം. സഞ്ചാരി മാതാവേ, അവിടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത ഉടമ്പടിയുടെയും അവർ ഇത്രയും നാൾ അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലും ആധാരത്തിലും ഓ ദൈവമേ, തന്നതായി പറയാൻ കഴിവില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ജീവിക്കുന്നവരവിടെ എല്ലാം കർത്താവേ നീ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മുതിർന്നവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട്, ഓരോരോ തരത്തിലുള്ള പരീക്ഷ, PhD-ക്കാർ, അവിടെ വൈവകൾ, അവിടെ പ്രസൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഓരോരോ മേഖലകളിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്തിരി പഠിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി കിട്ടിയാലെന്നൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവമേ, മക്കളുടെ കഴിവിനേക്കാൾ ഉപരി നിൻ്റെ കൃപ കൊണ്ട് അവർക്ക് സമർത്ഥമായ മാർക്ക് കിട്ടി അവർ പിടിച്ചു കയറാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിൽക്കാത്ത തോട്ടങ്ങൾ, വിൽക്കാത്ത പാടങ്ങൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ, ഓരോരോ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, കടകമ്പോളം നടത്താൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ, പുതുതായിട്ട് സംരംഭം ആരംഭിക്കാൻ പോകുന്നവർ എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് വേണ്ട രേഖകൾ ക്രമീകരിക്കുന്നവർ എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ 7 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ രശ്മി തോമസിൻ്റെ ഒരു കഥ പറഞ്ഞില്ലേ, സാക്ഷ്യം, അതിപ്പോൾ അപ്പ് ചെയ്യുന്നുണ്ടേ, നോക്കിയേക്കണം, നല്ല സാക്ഷ്യമാണ്. അതിൻ്റെ കുറേ ഘടനകളുണ്ട്, ഉടമ്പടിയുടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്ന്, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, അവർക്ക് നടുവേദനയാണെന്ന് പറഞ്ഞില്ലേ, മാറാത്ത വർഷങ്ങളുടെ നിങ്ങളുടെ നടുവേദന, അനങ്ങാൻ പാടില്ല. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, അവർ എഴിഞ്ഞാണ് ബാത്റൂമിലൊക്കെ പോയത്, തിരിച്ചെഴിഞ്ഞൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഉള്ളൊരു കാലത്ത് ഇവർ ചെയ്യണ കാര്യങ്ങളെല്ലാം ഭയങ്കര രസമാണ്. ഒരു TV-യിലെ മുറിയൊക്കെ അടച്ചിട്ട് അച്ഛൻ്റെ ധ്യാനമില്ലേ, ധ്യാനം, ഈ ആദ്യവാഴ്ച ധ്യാനം, ചൊവ്വാഴ്ച ഉള്ള ധ്യാനം എല്ലാവരും കൂടണമെന്ന് നിർബന്ധമല്ലേ. ഉടമ്പടിയിൽ അത് മൻഡേറ്ററിയാണ്. കാര്യം ആ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കണത്, നമുക്ക് സൗഖ്യം ലഭിക്കണത്. എത്രയോ പേരെ സൗഖ്യം പറയണത്, അത് എത്രയോ പേരാണ് ആ വചനത്തിൽ അപ്ഡേഷൻസ് കിട്ടണത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ധ്യാനം മുടക്കിയതിന് ശേഷം പിന്നെ ഉടമ്പടി പുരോഗമിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓർക്കണ തിരികെ എത്തിച്ചിട്ട് രാവിലെ വൈകിട്ടും തിരികെ എത്തിക്കുമ്പോൾ എല്ലാം ശരിയാവുന്നതാണ്, ഒന്നും ശരിയാകത്തില്ല. കാരണം നിങ്ങൾ പറഞ്ഞതാണ് അവിടെ വെച്ച്, ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കുന്നത്, ഉടമ്പടിയുടെ എല്ലാ വചനങ്ങളും ഞാൻ കൂടിക്കൊള്ളാം. അങ്ങനെ ഉടമ്പടി ജീവിക്കുന്നവരാണ്. ഉടമ്പടി ചുമ്മാ സിഗത്തിക്കലായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ കണ്ണിപ്പൊടിയിട്ട് എന്തെങ്കിലും അനുഗ്രഹം അടിച്ചു മാറ്റാൻ നോക്കണം. അതൊക്കെ അങ്ങനെയുള്ളവർക്കൊന്നും അതൊന്നും ശരിയാകത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് എന്നിപ്പോൾ പറയാൻ കാര്യം അറിയാമോ, ഇവർ പള്ളിയിൽ നമ്മൾ ധ്യാനം കൂടുന്ന പോലെ കുളിച്ച് ഒരുങ്ങി ശിരോവസ്ത്രമൊക്കെ ധരിച്ചാണ് ഇവർ ഉടമ്പടി ധ്യാനം കൂടുന്നത്. പക്ഷെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച വീട്ടിൽ മുറി അടച്ചിട്ട് പള്ളിയിൽ ഇരുന്ന് ധ്യാനം കൂടുന്ന പോലെ അത്രയും ശ്രദ്ധയോടെയും ഭവ്യതയോടെയും പ്രാർത്ഥനയോടെയും കൂടിയാണ് അവർ കൂടുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവർ ധ്യാനം കൂടുന്ന ദിവസമായിരിക്കും ഇവർ നടുവിൻ്റെ വേദന കലശലാകണത്. ധ്യാനം കൂടുതൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, ധ്യാനം കൂടുന്ന ദിവസം ഭയങ്കര കലശലാകും വേദന. അപ്പോൾ അത് 5-6 ആഴ്ച ആവർത്തിച്ചപ്പോഴേ ഇവർക്കൊരു സംശയമായി, ഇതെന്താ ധ്യാനമാണ്, ധ്യാനം കൂടുന്നതാണോ ഇപ്പോൾ പണി കേൾക്കണത്, കാര്യം എൻ്റെ എനിക്ക് അനങ്ങാൻ പാടില്ലല്ലേ, ധ്യാനം കൂടുന്നതാണ് വേദന കൂടാൻ കാരണം. അപ്പോൾ അവരുടെ ഉള്ളിലൊരു കലക്കം വന്ന് അല്ലേ. അപ്പം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ, അപ്പോൾ പരിശുദ്ധാത്മാവ് കലക്കത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അവളെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രശ്നം എന്താണ്, ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പെന്തക്കോസ്ത ദിവസം വരെ പറയണത്.
പരിശുദ്ധാത്മാവ് അവരുടെ സത്യസന്ധമുള്ള ലേഡിയല്ലേ. അവർ പരിശുദ്ധാത്മ പറഞ്ഞു, മോളെ നീ അങ്ങനെ കലങ്ങേണ്ട കാര്യമില്ല, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടല്ലോ, നീ അതെന്തുകൊണ്ടാണ് ഇത്രയും വിശ്വാസമുള്ളത്, നീ എന്തുകൊണ്ട് ഉടമ്പടി തൈലം വിശ്വാസത്തിൽ പ്രയോഗിച്ച് നിൻ്റെ നടുവിനെ പെരട്ടാത്തത്, നീ എടുത്ത് പെരട്ടിക്കേ, അപ്പം അടയാളം കാണുമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ബോധം വന്നത്. ഇപ്പം എല്ലാ കാര്യങ്ങളും സത്യമാണെങ്കിൽ ചിലർക്ക് ബോധമില്ലല്ലോ. ഉടമ്പടി ഒരു ബോധമാണ്. എല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടാകും, പക്ഷേ ബോധം ഉണ്ടാകത്തില്ല. ഉടമ്പടി എന്ന് പറഞ്ഞൊരു ബോധമാണ്. ഇവർക്ക് അപ്പോഴാണ് ബോധം വന്നത്. ഇവർ ഉടമ്പടി തൈലം നടുവെ പെരട്ടി. ഇന്നലെ ഞാൻ പറഞ്ഞതാണ് അവർ സൗഖ്യപ്പെട്ട കാര്യം. പിന്നെ വന്നിട്ടില്ല ആ രോഗം, അതല്ല പ്രശ്നം. ഇവരുടെ ഒരു കലക്കത്തിൻ്റെ കാരണം എന്താണ്? ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഉടമ്പടി ചെയ്തിട്ടും പിന്നെ മനസ്സിനൊരു കലക്കമുണ്ട്. എന്താണ്? അവിശ്വാസത്തിൻ്റെ ഒരു അരൂപി ഉള്ളിൽ കിടകൊണ്ടാവും. നമ്മൾ ഭയങ്കര കടുത്ത വിശ്വാസിയാണ് നീ എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത കാര്യം അവിശ്വാസത്തിൻ്റെ ഒരു അരൂപി. ഇപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴയിൽ, ഞാനിപ്പോൾ ആലപ്പുഴക്കാരാണല്ലോ, ആലപ്പുഴ സെമിനാരി പഠിക്കിയതാണ്. ഞങ്ങളുടെ വയനാട് സെമിനാരി അവിടെ ഇരുന്നു, ആലപ്പുഴയായിരുന്നു. അന്ന് പോലെ ഇന്ന് വരെ ആലപ്പുഴ എല്ലാ ആഴ്ചയിലും പ്രാവശ്യം പോകേണ്ടി വരും. അപ്പോൾ അവിടെ കാണുന്ന ഒരു ഭയങ്കര രസകരമായ അവസ്ഥയുണ്ട്. ആലപ്പുഴ കുറേ തോടുകളുണ്ടല്ലോ, നല്ല രസമുള്ള തോടുകളാണ്. അപ്പോൾ ആ തോടുകളൊക്കെ അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഇടയ്ക്കിങ്ങനെ ആഫ്രിക്കൻ പായൽ നിറയും. അപ്പോൾ മുനിസിപ്പാലിറ്റി അത് കുറേ ആൾക്കാർക്ക് വെള്ളം, ഇപ്പോൾ നമ്മുടെ കുട്ടനാടിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കുട്ടനാടിൻ്റെ ഉള്ളിലെ തോട്ടിലൊക്കെ പലയിടത്തും ആഫ്രിക്കൻ പായൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആലപ്പുഴ തോട്ടിലതുണ്ട്. അത് കോരാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവരതെല്ലാം മെഷീൻ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ കോരി മാറ്റിയാലും അത് നല്ലൊരു പൈസ ചിലവുള്ള പരിപാടിയാണതേ. എന്നാലും അവർ മനഃപൂർവ്വമാണ് അല്ലേന്നറിയാൻ പാടില്ല. കുറച്ച് പായൽ ഏതെങ്കിലും പാലത്തിൻ്റെ വളവിന തിരിവിന അല്ലെങ്കിൽ നിഴലിൽ ഇട്ടേക്കും. ഇനി മനഃപൂർവ്വം ഇടുന്നതാണ്, അത് അറിയാതെ കിടന്നപ്പോഴാണ്. എന്ത് മനഃപൂർവ്വം ഇട്ടാലും മനഃപൂർവ്വം അല്ലാതെ കിടന്നാലും ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും പായൽ കൊണ്ട് തോട് നിറയും. പിന്നെ പായൽ വാരുന്നവർക്ക് അതൊരു വരുമാന മാർഗ്ഗമാണ്. അത് എത്ര 50 കൊല്ലമായിട്ട് കാണാത്ത കാഴ്ചയാണത്. അത് സ്ഥിരം വരുമാനത്തിൻ്റെ വകുപ്പാണത് ശരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസം. നമ്മൾ എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അവിശ്വാസത്തിൻ്റെ ഒരു കണിക എവിടെയും കിടപ്പുണ്ടാകും. ദൈവം അതുകൂടി മാറ്റാൻ എപ്പോഴും നോക്കും. ഇപ്പോൾ ഈ സെമിത്തോസിന് ഒരു അവിശ്വാസത്തിൻ്റെ കണിക ഉണ്ടല്ലോ, അതുകൂടി മാറ്റിയപ്പോഴേ ആ ഉടമ്പടി തൈലം തേച്ചപ്പോൾ അവർ സുഖപ്പെട്ട സത്യം അവരുടെ സാക്ഷി അവർ പറഞ്ഞു. ഞാൻ പറയണത് ഈ അവിശ്വാസത്തിനെ ട്രീറ്റ് ചെയ്യണതാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അവിശ്വാസത്തെ കണ്ടുപിടിക്കേണ്ടതും അവിശ്വാസം ട്രീറ്റ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നീക്കുപോക്കില്ല വരുമ്പോൾ നിങ്ങൾക്ക് അവിശ്വാസിയാണോ, എവിടെയാണ് എൻ്റെ അവിശ്വാസം മറഞ്ഞ് കിടക്കണത് എന്ന് പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് വെളിപ്പെടുത്തി തരാൻ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ പെന്തക്കോസ്ത തിരുനാളിലേക്ക് പോവുകയാണ്. പിന്നെയുള്ള ദിവസങ്ങളെല്ലാം രാവിലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചായിരിക്കും അച്ഛൻ സംസാരിക്കുന്നത്. ഓരോരോ ഘട്ടങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. മേരിനെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലേ, രശ്മിയെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലേ, നീ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കണില്ലേ, ഓർപ്പിച്ചും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഓർപ്പിക്കലാണ്. അവർ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഓരോരോ ദാനങ്ങളും ഓരോരോ പ്രസാദങ്ങളും നിറയാൻ വേണ്ടി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. പരിശുദ്ധ മാതാവിന് ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മാർച്ച് എൻ്റെ യൂട്യൂബിൽ സാക്ഷ്യം, ഞാനിവിടെ പറഞ്ഞ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. അതേപോലെ തന്നെ അച്ഛൻ അതൊരു ഞായറാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ മൊത്തം വിവരിച്ചതാണ്. മാർച്ച് കഴിഞ്ഞ 2025 മാർച്ച് 16-ാം തീയതി യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ എൻ്റെ സാക്ഷ്യം. ഞാനത് പറയാൻ കാരണം ആ സാക്ഷ്യം നിങ്ങളെല്ലാവരും കേട്ടിരിക്കേണ്ടതാണ്. അതായിരുന്നു ഞങ്ങളുടെ ജീവിതം. സാക്ഷിയല്ല, അതായിരുന്നു ജീവിതം. പിന്നെ ഇപ്പോഴത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണീരോടെ ഈ മാതാവിൻ്റെ അടുത്തേക്ക് വരുന്നവർ സന്തോഷത്തോടെയാണ് പോവാറെന്ന്. അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് യൂറോപ്പിലെ ജോലിക്കാരായിട്ടാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ ജീവിക്കാൻ എന്ത് ചെയ്യണം, ജീവിതത്തിന് ഒരു മാർഗ്ഗമില്ലാണ്ടായിരുന്നു ഞങ്ങൾ ഈ കൃപാസനത്തിൻ്റെ പടി കയറിയത്. എൻ്റെ 2 കൈക്ക് ടെന്നീസ് എൽബായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ കുർബാനയ്ക്ക് പോകാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ സാക്ഷ്യത്തിലുള്ളത്.
ആ സാക്ഷിയാണ് അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ ഒരു ഞായറാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ മൊത്തം വിവരിച്ചത്. പിന്നെ ഞാൻ ചെന്നത് അതിശയകരമായിട്ടാണ് ഗ്രീസിൽ എനിക്ക് ജോലി കിട്ടിയത്. ഗ്രീസിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന പ്രൊവിൻസിൽ മലയാളിയായിട്ട് ആകെ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഗ്രീക്കാണ് അവിടെ, പിന്നെ പഞ്ചാബി, പാകിസ്ഥാനി അങ്ങനെയുള്ള ആൾക്കാരാണ്. ഈ കേരളത്തിൽ ഷെഫായിട്ട് ജോലി ചെയ്യണ ഒരാൾ ഞാൻ മാത്രമാണ് എന്നുള്ളത് പോലെയാണ് അവിടെ എനിക്ക് ജോലി കിട്ടിയത്. കാരണം ബാക്കി ഇത്രപ്പെടുത്ത കഴിവും യോഗ്യതയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിട്ടും ഞാൻ ഒരാളാണ് ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജിൽ എനിക്ക് മാതാവ് അവിടെ ജോലി തന്നത്. അതെല്ലാം കിട്ടിയത് ഈ ഉടമ്പടിയിലൂടെയാണ്. എനിക്കാകെ നിങ്ങളോട് പറയാനുള്ള ഒറ്റൊരു കാര്യം, ഉടമ്പടിയിലുള്ള വളർച്ച നമുക്ക് കണ്ണീരോടെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട പോലെ ചൈന മുളയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. 5 വർഷം നമ്മൾ ഈ വിത്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച പുറത്തേക്ക് വരില്ല. പിന്നെ ഒരു 5 വർഷം നമ്മൾ കറക്റ്റായിട്ട് വെള്ളവും വളവും കൊടുക്കുമ്പോൾ ആ 5 വർഷത്തിന് ശേഷം ഒറ്റൊരു വർഷം 40 മീറ്റർ ഹൈറ്റിലേക്ക് ഈ മുള വലുതാവും എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ അനുഭവത്തിലുണ്ടായ ഉടമ്പടി അനുഭവങ്ങൾ. എൻ്റെ ഭാര്യ 9 ഉടമ്പടി പുതുക്കി, ഞാൻ 5 ഉടമ്പടി പുതുക്കി. ഇതിനൊക്കെ ഞങ്ങൾ എല്ലാവരും മുന്നിലൂടെ കാണുമ്പോൾ പലർക്കും ഞങ്ങൾക്ക് പറയാനായിട്ടൊന്നും പറ്റണ്ടായില്ല. എന്ത് ചെയ്യും, ഞങ്ങൾ ബിസിനസ് നടത്തി, അത് പൊളിഞ്ഞു, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്യാത്ത ജോലികളില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഉടമ്പടിയിലുള്ള വളർച്ച പെട്ടെന്നായിരുന്നു. ഞാൻ പോയി എൻ്റെ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിന് പോകാനുള്ളതൊക്കെ റെഡിയായി, അവൾ പോയി. ഇപ്പോൾ ഞങ്ങൾ 2 പേരും ശനിയാഴ്ച കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ ഇന്നലെ ഞായറാഴ്ചയായ കാരണം വരാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് 26 പേരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നിട്ട് ഉടമ്പടി ഇടിപ്പിച്ചിട്ടും അതിനകത്ത് സാക്ഷ്യം പറയാനുള്ളവരുണ്ട്, അവർ ഉടമ്പടി പുതുക്കാനുള്ളവരുണ്ടായിരുന്നു. ഇവരെയൊക്കെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം പോലെ ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾ ഒരിക്കലും ഈ ഉടമ്പടി ധ്യാനം ഇത് ഡെയിലി ബ്രെഡും മുടക്കരുത്. എൻ്റെ ജീവിതത്തിൽ എനിക്കവിടെ ഓർത്തഡോക്സ് പള്ളിയാണ് ഏറ്റവും കൂടുതലുള്ളത്, നമ്മുടെ മലയാളം കുർബാനകളില്ല. ഞാൻ ആകെ, അതേപോലെ എൻ്റെ വൈഫിനും ഞങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ല, അവിടുത്തെ ഭാഷകൾ അറിയില്ല. കാരണം ഞങ്ങൾ പോയത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഇതുകൊണ്ടും മാത്രമാണ് പോയത്. അപ്പോൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ ഒരിക്കലും മുടക്കാറില്ല. അതേപോലെ ഉടമ്പടി ധ്യാനം, അച്ഛൻ്റെ ഒരു ഉടമ്പടി ധ്യാനം, ഒരു ടോക്കുകളോ ഞങ്ങൾ മുടങ്ങാണ്ട് കേൾക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അതേപോലെ തന്നെ നിങ്ങൾ ഉടമ്പടി ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോർട്ട് കട്ടായിട്ട് തോന്നുന്നത്, നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മറ്റുള്ള ചാനലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അൺലൈക്ക് ചെയ്തിട്ട് കൃപാസനത്തിൻ്റെ സ്റ്റാറ്റസാണ് ഞങ്ങൾ 2 പേരും ഇടാറ് എല്ലാ ദിവസത്തെ ഡെയിലി ബ്രെഡിലും. അതേപോലെ ഉടമ്പടി ധ്യാനങ്ങളാണ് ഞങ്ങൾ പങ്കുവയ്ക്കാറുള്ളത്. അതേപോലെ ഞങ്ങളുടെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ ഷെയർ ചെയ്തിരിക്കുന്നതൊക്കെ ഇതിലുള്ള സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളുമാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. അവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ വിജയങ്ങൾക്കൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനും ഈ സാക്ഷ്യം പറയാനും ഞങ്ങൾ അനുവദിച്ചത്. അതേപോലെ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോ, നിങ്ങളിവിടെ ഒരു കാര്യം മാതാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറന്നാലും മാതാവ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കും, അത് ഉറപ്പാണ്. അതിൻ്റെ വളർച്ച നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പോലെ ആയിരിക്കും. അച്ഛനിപ്പോൾ അടുത്ത ഡെയിലി ബ്രെഡിൽ പറയണ്ടായിരുന്നു, ബൈബിൾ വചനത്തിൽ പറയണ പോലെ അമർത്തിക്കൂലിക്ക് നമ്മുടെ മടിയിലേക്ക് ഇട്ട് തരും. അത് 100% സത്യമാണെന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരുന്നത് ആവശ്യമില്ല, ആവേശമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും പറയാറുള്ളത്. നമ്മളിപ്പോൾ ഒരു AC വണ്ടിയിലിരുന്നിട്ട് ജനലുകളൊക്കെ തുറന്നിട്ട് AC ഓണാക്കിയിട്ട് അതിൻ്റെ തണവ് പോവും എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥന കേട്ടും ധ്യാനം കൂടിയും ഇത്രയും ത്യാഗം എടുത്ത് ഉടമ്പടിയൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ റീൽസുകളും മറ്റും കണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടണ വിശുദ്ധിയും നമുക്ക് കിട്ടണ കൃപയും ചോർന്നു പോവും. നമുക്കതിൻ്റെ സോഴ്സ് നമുക്ക് കിട്ടില്ല. നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് നിങ്ങൾ ശ്രമിച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പറയണ്, നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. അത് ഉറപ്പാണ്. ഞങ്ങളുടെ അനുഭവത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ആരൊക്കെ എന്തിനൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നിങ്ങൾ മറന്നുപോയാലും മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരോടല്ല, നമ്മൾ ദൈവത്തോടാണ് പ്രതിജ്ഞ ചെയ്യണത്, ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് കിട്ടും. പിന്നെ ഞങ്ങളുടെ സാക്ഷ്യങ്ങളും പ്രവേശിത പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഇനി അധികം നീട്ടി കൊണ്ടുപോകണില്ല. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഓർക്കണം. ഞങ്ങൾക്ക് കിട്ടിയ ജോലിയും മറ്റുള്ള കാര്യങ്ങളെക്കാട്ടിയും ഞങ്ങളുടെ ആത്മീയ ജീവിതവും കുടുംബജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം ജോലി, ആരോഗ്യം ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല. ഞങ്ങൾക്ക് നമ്മൾ ഒരു വാക്കും കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ഓർമ്മിക്കുകയാണ്. നമ്മൾ ബൈബിള് ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഓരോ സമയങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ഓരോരുത്തരെ ഉയർത്തിയിട്ടുണ്ട്.
അത് ഇസ്രായേൽ ജനത്തിനെ രക്ഷിക്കാനും പിന്നെ അത് കഴിഞ്ഞ് ഈശോയുടെ ജനനത്തിന് മുമ്പ് സ്ഥാപയോനാനായിട്ടും പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃപാസനം എന്നത് ഒരു സ്ഥാപയോനാൻ്റെ ഒരു ചരിത്രം പോലെയാണ്. അച്ഛൻ്റെ പണ്ടത്തെ കാലങ്ങളിലുള്ള ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ കൃപാസനത്തിൽ ഇത്ര അത്ഭുതങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കണത്, എങ്ങനെ പറ്റണ്? ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. പിന്നെയാണ് നമ്മൾ അച്ഛൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള ബാല്യകാലവും ജോസഫ് അച്ഛൻ്റെ ജീവിത ചരിത്രമൊക്കെ നമ്മളിങ്ങനെ ഇപ്പോൾ ഡെയിലി ടോക്കിലൊക്കെ അച്ഛൻ പറയുമ്പോഴാണ് നമ്മളതറിയണത്. ഇത് മാതാവ് ഇന്നലെയും പ്ലാൻ ചെയ്തിരിക്കുന്നതല്ല, ഈശോ ഇന്നലെയും പ്ലാൻ ചെയ്തിരിക്കുന്നതല്ല. അച്ഛൻ ജനിക്കണേക്കാട്ടി മുമ്പ് അച്ഛൻ്റെ അപ്പച്ചൻ്റെ ലൂർദ് മാതാവിൻ്റെ ഒരു രൂപത്തിൻ്റെ കാര്യമൊക്കെ അച്ഛൻ ഡെയിലി ടോക്കിൽ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാലങ്ങൾക്ക് മുമ്പേ മാതാവും ഈശോയും തീരുമാനിച്ച കാര്യങ്ങളാണ് ഈ കൃപാസനം. അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളും കാണേണ്ടി വരുന്നത്. ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ സാക്ഷി ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് നിത്യതയിലേക്കാണ് അച്ഛൻ പറയണത്. ഞങ്ങൾ ഉറപ്പിച്ചിരിക്കണത് ഞങ്ങൾക്ക് ഇനി എന്ത് നഷ്ടം വന്നാലും എന്തൊക്കെ വന്നാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി കഴിഞ്ഞിട്ട് ഉള്ളൂ ബാക്കി എന്തും. തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് സിമി ജെയ്സൺ. ഞാൻ ഇരിങ്ങാലക്കുട രൂപത കൊടകര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 സെപ്റ്റംബർ മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയെ വെച്ചിട്ടായിരുന്നു. അന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എഴുതിയിരുന്ന 5 നിയോഗങ്ങൾ സാധിച്ചു കിട്ടി. ഒരു നിയോഗം മാത്രമാണ് സാധിക്കാണ്ടിരുന്നത്. ബാക്കി 5 കാര്യങ്ങളും ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പം എഴുതി വെച്ച ഒരു നിയോഗം എന്ന് പറഞ്ഞത്, എനിക്ക് ഒരു 8-9 കൊല്ലമായിട്ട് എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ ഒരു ജോലി വേണം. അത് എവിടെ വേണം എന്ന് എനിക്കറിയില്ല. അത് മാതാവിനോട് ഞാൻ, നടക്കാത്ത കാര്യങ്ങളാണല്ലോ എഴുതാൻ അച്ഛൻ പറയാറ്, അതുകൊണ്ട് ഞാൻ അത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് എഴുതി വെച്ച് വന്നിട്ട് മാതാവിനോട് പറഞ്ഞു, എനിക്കറിയില്ല അത് എവിടെയാണ് എനിക്ക് വേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, ജോലി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് എഴുതി. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചാൻസ് വന്നു. ഇറ്റലിയിലേക്ക് നേഴ്സുമാർക്ക് വേക്കൻസി ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർ ഒരു ക്യാഷ്വൽ ടോക്കായിട്ട് വിളിച്ചു. അവർ പറഞ്ഞു ഓക്കെ നീ സെലക്റ്റാണ് എന്ന് പറഞ്ഞ് അവരൊരു 28 പേരോളം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഗ്രൂപ്പാക്കി ഒരു 3 മാസത്തോളം അവർ ഞങ്ങൾക്ക് ഒരു ഇറ്റാലിയൻ ക്ലാസ് തന്നു, ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി തന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ തന്നെ പ്രോസസ്സ് ചെയ്യണം. അങ്ങനെ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാസം 2022 ഡിസംബറിലേക്ക് പ്രോസസ്സിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇറ്റലിയിലേക്ക് അയച്ചു തന്നാലാണ് ഞങ്ങൾക്ക് നിങ്ങളെ സെലക്ട് ചെയ്ത് ഇവിടെ ജോലിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ഞാൻ ഇവിടെ ഒരു അങ്കമാലി ഏജൻസിയിൽ എൻ്റെ പേപ്പറുകൾ കൊടുത്തു. പക്ഷേ ഡിസംബറിലായപ്പോഴേക്കും എനിക്ക് ആ പേപ്പറൊന്നും കിട്ടിയില്ല, പ്രോസസ്സിങ് നടന്നില്ല. ജനുവരി കഴിഞ്ഞു എൻ്റെ കയ്യിൽ ആ പേപ്പർ കിട്ടുമ്പോൾ. അങ്ങനെ ഞാനത് ഇറ്റലിയിലേക്ക് അവർക്ക് അയച്ചു കൊടുത്തു. എൻ്റെ പേപ്പർ അയച്ചതിന് ശേഷമാണ് എൻ്റെ ബാച്ചിൽ 28 പേരിലും പേപ്പറുകൾ അവിടേക്ക് അയച്ചു കൊടുത്തത്. പക്ഷേ എൻ്റെ ഒരു നിർഭാഗ്യവശാൽ ഞാൻ അയച്ചു കൊടുത്ത പേപ്പർ അവർ മാറ്റിവെച്ച് ബാക്കി ഒരു 5 പേര് അവർ സെലക്ട് ചെയ്ത് എന്നിൽ ശേഷം പോയ പേപ്പറുകളിൽ 5 പേര് പോയി, ഞാൻ പോയില്ല. പിന്നൊരു 2-3 മാസത്തോളം അവിടുന്ന് വേറെ റിപ്ലൈകളൊന്നും വന്നില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇറ്റലിയിലാണ്. ഞാൻ അവരെ നിരന്തരം വിളിച്ചു, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തു, മെയിൽ ചെയ്തു, ഒന്നിനൊരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഒരു 3 മാസത്തിന് ശേഷം അവിടുന്ന് അവരൊരു മെയിൽ അയച്ചു, ഇവിടുത്തെ വേക്കൻസി എല്ലാം കംപ്ലീറ്റ് ആയി, നിങ്ങളുടെ പേപ്പർ വരാൻ വൈകിയ കാരണമാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ ഒരു ചാൻസ് തരാം, വേറെ 2-3 സ്ഥലത്തേക്ക് അവരൊരു ഏജൻസി പോലെ തന്നു, അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുമെന്നൊക്കെ പറഞ്ഞു. ഈ 3 മാസം അവർ ഞങ്ങൾക്ക് ഇറ്റാലിയൻ ക്ലാസ് തന്ന ഒരു ബേസിലാണ് അവർ പറഞ്ഞ് ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിക്കുന്നത്. എനിക്ക് വലിയ കാര്യമായിട്ട് ഇറ്റാലിയനൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിളിച്ചൊരു 3-4 മാഡംസ് വിളിച്ചു. അവർ ഇൻ്റർവ്യൂ നടത്തി. എനിക്ക് വലിയ കാര്യമായിട്ട് അറിയാത്തതായിരുന്നു. അവർ പറഞ്ഞു തന്നിട്ടാണെന്ന് എനിക്കും അറിയില്ല, ഞാൻ പറഞ്ഞു തന്നിട്ടാണെന്ന് അവർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫെയിലായിപ്പോയി. അപ്പം ഇറ്റലിയിലേക്ക് പോകണ കാര്യം അങ്ങനെ വേണ്ടാന്ന് വെച്ചു. കാരണം ഞാൻ അവർക്ക് മെയിൽ ചെയ്തു, എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു തരാൻ പറഞ്ഞു. പക്ഷേ
അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് പേപ്പർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അവിടുത്തെ നൊളോസ്തി ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ എൻ്റെ വിചാരം പെട്ടെന്ന് വേറെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് ചെന്നു അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമല്ലോ, അപ്പം എനിക്ക് പോവാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു പെട്ടി നിറയെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചു. പോവാനുള്ളതെല്ലാം പാക്ക് ചെയ്തൊക്കെ എടുത്ത് വെച്ചു. ഒരു 2 ആഴ്ചത്തേക്കുള്ളിൽ ചിലപ്പോൾ പോകാൻ പറ്റും എന്ന് ചോദിച്ചു. അതെൻ്റെ മണ്ടത്തരം. അങ്ങനെയൊക്കെ മേടിച്ച് വെച്ചു. പിന്നെയാണ് അറിയണത് അവർക്ക് വേക്കൻസി കംപ്ലീറ്റ് കഴിഞ്ഞ് പോകാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ പെട്ടെന്നൊരു ഡിപ്രഷനിലായിപ്പോയി. എന്താ ചെയ്യണ്ടേ? കാരണം വീട്ടിലത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് അങ്ങ് പറഞ്ഞ് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പോകാൻ ഉദ്ദേശിച്ചു, അതിൻ്റേതായ എല്ലാ പ്രോസസ്സിങ് നടത്തി പോകാൻ പറ്റാണ്ടാവുമ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന്. അതേപോലെ ഞാനും ഭയങ്കര ഡിപ്രഷനിലായിപ്പോയി, ഭയങ്കര മൂഡ് ഓഫ്. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യണോടത്ത് ഒരു ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ പോയി അവിടെ ഒന്ന് ചോദിച്ചു നോക്ക്, വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കും. നമുക്ക് സാലറി ഒന്നും കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, കാരണം ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ജോലി കിട്ടാൻ എളുപ്പമല്ല. അപ്പോൾ അവരോട് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഓക്കെ നീ പോരെ. ഞാൻ എത്രയും ഇതായിട്ട് പറയുന്നത് ഇത് എൻ്റെ മുന്നത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞ കാരണമാണ്, ഇതിൻ്റെ ഒപ്പം ഇത് കൂട്ടിച്ചേർക്കേണ്ടത് ഉള്ള കാരണമാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി കുഴപ്പമില്ലാത്തൊരു സാലറി അവർ തന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ മാതാവിനോട് പറഞ്ഞത് എന്തുവാ, എനിക്ക് ഒന്നെങ്കിൽ ഇവിടെ ജോലി വേണം അല്ലെങ്കിൽ വിദേശത്ത് വേണമെന്നല്ല. അപ്പം മാതാവ് എനിക്ക് തന്നത് ഇവിടെയാണ്. അപ്പോൾ ഓക്കെ എല്ലാ കാര്യം സെറ്റായി. ഇവിടെ ജോലിക്ക് ഞാൻ പോയി തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ വിദേശത്ത് പോയി ആരെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന കാണുമ്പോൾ ഞാൻ അങ്ങനെ മാതാവിനോട് കാഷ്വലായിട്ട് പറയും, എന്നാലും എന്നെ ചതിച്ചില്ലേ ഇത്. ഇനി അവർ എന്നെ ഒന്ന് തിരിച്ച് വിളിച്ചുവായിരുന്നെങ്കിൽ, ഇപ്പം നമ്മൾ സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കണില്ലേ, വേണ്ടാന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് അവർ എന്നെ അല്ലെങ്കിൽ വിളിച്ചു അല്ലെങ്കിൽ പിന്നെ തന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാനും വിചാരിച്ചു അങ്ങനെ എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ മാതാവ് എന്നെ അംഗീകരിച്ചു, മാതാവിൻ്റെ മാളായിട്ട് എന്നെ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊന്ന് വിചാരിക്കാറുണ്ടല്ലോ എന്ന് ഞാനും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. മാതാവിനോട് ഒരു കാഷ്വലായിട്ട് ഞാനത് പറയാറുണ്ടായിരുന്നു. പിന്നെ മാതാവ് അപ്പിയൊന്നും വിളിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലങ്ങൾക്ക് ശേഷം 2025 ഓഗസ്റ്റ് മാസം ഒരു രാത്രി എനിക്ക് ഇറ്റലിയിൽ നിന്നൊരു കോള് വന്നു. ആ കോള് വന്നിട്ട് അവർ എന്നോട് ആദ്യമായിട്ട് ചോദിച്ച കാര്യം, നീ എന്ത് ചെയ്യുന്നു, നീ ജോലിക്ക് പോകണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലൊരു ചെറിയ ഹോസ്പിറ്റലിൽ ഞാൻ ജോലി പോകുന്നുണ്ട്, നിനക്ക് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ, ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഷോക്കായി. കാരണം ഇല്ല എന്ന് പറഞ്ഞ് 2 കൊല്ലങ്ങൾക്ക് മുന്നേ മടക്കി വെച്ചൊരു കാര്യമല്ലേ. പിന്നെ അങ്ങനെ വിളിച്ച് ഒരു കാര്യം ചോദിക്കുമോ. ഞാൻ എൻ്റെ ഫോൺ ലൗഡിൽ ഇട്ടേണ കാരണം ഹസ്ബൻഡ് അടുത്തുണ്ടായി. ഞാൻ ആളെ നോക്കിയപ്പോൾ ആൾ തലയാട്ടി ഓക്കെ പറയാൻ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു, വേറെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചൊന്നുമില്ല, ഓക്കെ പറഞ്ഞു. അപ്പം ഞാൻ അയച്ചു കൊടുത്ത എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ തിരിച്ചവരുടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് അവരെന്നോട് പറഞ്ഞു ഓക്കെ നാളെ രാത്രി ഇതേ സമയത്ത് വിളിക്കാം, നീ പ്രാർത്ഥിച്ചേക്ക് എന്ന് പറഞ്ഞു. അവരത്രേ പറഞ്ഞുള്ളൂ, പ്രാർത്ഥിച്ചേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്താ നിനക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും അവരെന്നോട് പറയാം നീ പ്രാർത്ഥിച്ചേക്ക്. അപ്പോൾ അതിനകത്തൊരു ചെറിയ സാധ്യതയല്ലേ ഉള്ളൂ എന്ന് വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചില്ല, കാരണം ഞാൻ മാധവനോട് ചോദിച്ച ജോലി എനിക്ക് നാട്ടിൽ തന്നിട്ടുണ്ടല്ലോ എന്ന് വെച്ചു. ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ കാര്യത്തിൽ. പിന്നെ എൻ്റെ ഉടമ്പടി ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പിന്നെ ഒരിക്കലും എഴുതിയിട്ടില്ല എനിക്ക് വിദേശത്ത് പോകണമെന്നോ ഒന്നും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു പോയി. അത് കഴിഞ്ഞ് ആ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് അവരെന്നെ വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറയുവാണ്, നിൻ്റെ പേപ്പറുകൾ ഇവിടെ ശരിയായിട്ടുണ്ട്, ഇറ്റാലിയൻ നൊളോസ്ത കിട്ടിയിട്ടുണ്ട്, നീ മെയിൽ ചെക്ക് ചെയ്യും, മെയിലിലേക്ക് വന്നിട്ടുണ്ട്, വിസയ്ക്ക് അപ്ലൈ ചെയ്തോളെ. എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. കാരണം അന്ന് അവർ വിളിച്ച് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു, പിന്നെ അവർ വിളിക്കാമെന്ന് പറഞ്ഞു, അവരെന്നെ വിളിച്ചിട്ടില്ല. പിന്നെ വന്ന വിളി എൻ്റെ മെയിൽ ചെക്ക് ചെയ്യും, അതിനകത്ത് നിനക്ക് നൊളോസ്ത വന്നിട്ടുണ്ടെന്നാണ്. എനിക്ക് എന്താ പറയണ്ടേ, എങ്ങനെയാണ് ആ കോള് വരുന്നത്. ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വരുന്നത് എന്നും വെളുപ്പിനാണ് വരാം. ഒരു 2:30 നേരത്ത് ചാലക്കുടിയിലാണ് വീട്. ചാലക്കുടിയിൽ നിന്ന് ഞങ്ങൾ ബൈക്കുമ്മയാണ് ഞാനും ചേട്ടനും വരാറ്. ഇങ്ങോട്ട് വരാൻ ഇരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് വന്ന കോള് കാണുന്നത്. ഞാൻ തിരിച്ച് വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞ മെയിൽ ചെക്ക് ചെയ്യുന്നത്. എനിക്കത് എന്താ പറയുക, എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മാതാവ്, ഞാൻ മറന്നുപോയൊരു കാര്യമാണ്. മാതാവ് അത് ഓർത്തിരിക്കേണ്ട. ഈ അച്ഛനെ ഇപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ ഒരിക്കലേ ഒരു ഉടമ്പടിയിൽ ഒരു നിയോഗം വെക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് നടന്നില്ലെങ്കിൽ നിങ്ങളത് വെക്കരുത്. കാരണം അത് മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടത്. ഞാനത് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് എൻ്റെ മാതാവ് എനിക്കത് ഏറ്റെടുത്ത് തന്നതാണ്.
അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് വിസയുടെ ഇത് കൊടുത്തു. എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. മെയ് 2025 മെയ് 2 എനിക്ക് ടിക്കറ്റായിരുന്നു. എനിക്ക് അന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. അങ്ങനെ ഞാൻ ഇറ്റലിയിൽ പോയി, അവിടെ ചെന്നു. കുഴപ്പമില്ലാത്ത നല്ലൊരു ജോലി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ലാംഗ്വേജ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, എന്തൊക്കെയോ കുറച്ചൊക്കെ അറിയാം. അവർ പറയുന്നത് എന്താണെന്ന് അവർക്കിടെ ബോഡി ലാംഗ്വേജ് കണ്ടാണ് ഞാൻ മനസ്സിലാക്കാറ്. പക്ഷേ ഒരു 4 മാസത്തിന് ശേഷം അവർ ഞങ്ങളെ തനിച്ച് ജോലിക്കിട്ട് തുടങ്ങി, തന്നെ നൈറ്റ് എടുക്കാൻ തുടങ്ങി. എന്തൊക്കെയോ എൻ്റെ ഒരു ഇതല്ല, ഞാനെപ്പോഴും കാലത്ത് എണീക്കുമ്പോൾ ഡ്യൂട്ടിക്ക് പോണതിന് മുന്നേ മാതാവിനോട് പറയും, എൻ്റെ ഗ്രേസ് കൊണ്ടല്ല, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവ് എനിക്ക് തന്നതാണ്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ. എനിക്ക് അവർ പറഞ്ഞത് എന്താണെന്നറിയില്ല, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം നീ തന്നെ കേൾക്കുക, എന്നിട്ട് നീ തന്നെ അവരോട് പറയുക. എന്നിലൂടെ വേണം അത് പറയാൻ, എനിക്കായിട്ടത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്നും. ഇതേപോലെ ഈശോനും മാതാവിനും ശല്യപ്പെടുത്തുന്ന ഒരാളുണ്ടാവില്ല. കാലത്ത് എനിക്ക് 5:30 ഡെയിലി ബ്രെഡ് എന്നും കൂടും. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറി കഴിയുമ്പോൾ ഞാൻ വീണ്ടും മുട്ടൂത്തിയിട്ട് വീണ്ടും എത്തിക്കും, തിരികെ എത്തിച്ച്. കാരണം എനിക്ക് ടെൻഷനാണ്. അവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ച് ടെൻഷൻ കൂടുതലുള്ള ആളാണ്. അവിടെ ചെന്ന് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, നമ്മുടെ നാടല്ല, ലാംഗ്വേജ് അറിയണില്ല. അപ്പം പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങും. അത് കഴിഞ്ഞ് അവിടെ ഒരു ചെറിയൊരു ചാപ്പലുണ്ട്, വീണ്ടും ഞാൻ അവിടെ കയറും. ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ എന്നിട്ട് വീണ്ടും പറയും, ദിവ്യകാരുണ്യമുണ്ട് അവിടെ, എഴുന്നള്ളി ശിശുണ്ട്. എൻ്റെ ഈശോയെ എന്നെ നാണം കെടുത്തരുത് കേട്ടാ, എന്നിട്ടാണെന്ന് വെച്ചതേ പറഞ്ഞേക്ക് ചെയ്തേക്ക്, എനിക്കറിയില്ല ഇന്നേ വരെ. അങ്ങനെയാണ് എൻ്റെ റൂട്ടീൻ പോയിരുന്നത്. അപ്പം ഞാൻ വിചാരിക്കും, ഇതേപോലെ ശല്യപ്പെടുത്തേണ്ട ഒരാൾ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇത്രയ്ക്ക് മാത്രം ദൈവത്തിന് കൂട്ടുപിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യണത്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞില്ല, മാതാവിനും ഈശോനും മഹത്വപ്പെടുത്താണ്ടല്ലേ ഞാനിങ്ങ് പോകുന്നത്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, സാക്ഷ്യം പറയണം. അപ്പോൾ തിരിച്ചു പോരാൻ ലീവ് കിട്ടാൻ എന്താ വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അവിടുത്തെ കാർഡുകളൊക്കെ കിട്ടണമെന്ന്. ആർക്കും ഒരു കൊല്ലത്തിനുള്ളിൽ കാർഡ് കിട്ടിയതായിട്ട് അവിടെ ആരും മലയാളീസിന് അറിയില്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞേ. അങ്ങനെ ഞങ്ങളുടെ ശ്രുത്തൂരയിൽ ചോദിച്ച് അതിൻ്റെ പേപ്പറുകളൊക്കെ കൊടുത്തു. പക്ഷേ ഇത് എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്നറിയില്ല. എനിക്കാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയും വേണം. ഈ പേപ്പറുകളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ അച്ഛൻ പറയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ആഗ്രഹിക്കണേ, ഏത് ഡോക്യുമെൻറ്റിന് വേണ്ടിയാണോ ആഗ്രഹിക്കണേ, നിങ്ങൾക്ക് അത് നടന്ന് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുക, അങ്ങനെ നന്ദി പറയണം. അപ്പം ഞാൻ അന്നത് കേട്ടിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. എനിക്ക് അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് വൈകിട്ട് ഞാൻ പ്രയർ എത്തിക്കുമ്പോൾ സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ ഉടമ്പടി പത്രികയിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ചു, മാതാവേ എനിക്ക് ഈ കൊല്ലം ഡിസംബർ മാസം ആകുമ്പോഴേക്കും എൻ്റെ കാർഡിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് കിട്ടണം. എനിക്ക് നാട്ടിൽ പോകേണ്ടതാണ്, എനിക്ക് കാർഡൊന്നും വേണ്ട, ഇത് എന്ന് കിട്ടും എന്ന ഒരു മെയിൽ, ഒരു മെസ്സേജ് എന്തെങ്കിലും ഒന്ന് എനിക്ക് വരണേന്ന് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചു. അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കാലത്ത് എണീക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാനത് എടുത്ത് നോക്കിയപ്പോൾ ഇറ്റാലിയനിൽ വന്നേണേ. അപ്പം എനിക്ക് ട്രാൻസ്ലേറ്ററിലിട്ട് വായിച്ചെടുക്കാനൊന്നും നേരമില്ലാത്ത കാരണം ഞാൻ ഡ്യൂട്ടിക്ക് കയറി. കുറച്ച് നേരം കഴിഞ്ഞ് ഞാനത് വായിച്ചു. ആദ്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവണില്ല, ഇത് തന്നെയാണോ ഇതിൻ്റെ അർത്ഥം എന്നറിയാൻ വേണ്ടി ട്രാൻസ്ലേറ്ററിലിട്ടു. അപ്പം അതിൽ വന്നത് ആ കൊല്ലം 2020, അതായത് ജനുവരി, ഞാൻ ഒക്ടോബർ മാസത്തിൽ എഴുതി വെച്ചത് നവംബർ 26 8:30 അവിടുത്തെ കമ്മ്യൂണയിൽ എനിക്ക് അപ്പോയിൻമെൻ്റാണ് കിട്ടിയത്. എൻ്റെ പെർമിസോ സൊജോർണോ, അതായത് ഇറ്റാലിയൻ കാർഡ് അപ്ലൈ ആയിട്ടുണ്ട്, അത് വന്ന് മേടിക്കാനുള്ള എൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല, കാരണം ഞാൻ എഴുതി വെച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ഇത്രയ്ക്കും കാര്യങ്ങൾ ചെയ്ത് തരുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ആ സമയത്ത് ഞാൻ തരിച്ചു പോയി. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ കാർഡ് കിട്ടുമെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല ഉറപ്പാണോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നവംബർ മാസം 26 ചെന്നപ്പോൾ സത്യമാണ് കാർഡാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് 4 കാർഡും, വേറെ 3 കാർഡും കൂടിയും കിട്ടാണ്ട് ഈ കാർഡ് വെച്ചിട്ട് വേണം ആ കാർഡുകൾ കിട്ടാൻ. അങ്ങനെ 4 മാസം 15 ദിവസം ഗ്യാപ്പിൽ ഈ ബാക്കിത്തെ കാർഡുകളെല്ലാം കിട്ടി. പിന്നെ അടുത്തത് എനിക്ക് ലീവ് ചോദിക്കണമായിരുന്നു. അവിടെ ചെന്നിട്ട് ലീവ് ചോദിക്കാൻ എനിക്ക് പേടി, വന്നിട്ടല്ലേ ഉള്ളൂ, എങ്ങനെയാണെന്നറിയില്ല. എന്നാലും ഞാൻ ചോദിച്ചു, അവിടുത്തെ കോർഡിനേറ്ററിച്ചോട് ചോദിച്ചു ലീവ് തരുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരു 3 പേരുണ്ട് മലയാളീസ്.
ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചപ്പോൾ എന്നെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയി, മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ആ മാഡത്തിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, മാഡം തരണേ എന്ന് വിചാരിച്ചു. കാരണം ആർക്കും അത്ര പെട്ടെന്നൊന്നും അവർ ലീവ് കൊടുക്കില്ല. അതാണ് ചോദിക്കാമെന്ന് വെച്ച് പോയതാണ്. മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ പോകണ്ടേ? ഏപ്രിലിൽ പോവുകയാണെങ്കിൽ 22 ദിവസം ലീവ് തരുള്ളൂ, മെയ്യിലാണെങ്കിൽ ഞാൻ 27 ദിവസം തരാമെന്ന്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ വരണ്ടേ, എന്നാൽ മെയ്യിൽ മതി എന്ന് പറഞ്ഞു. മെയ്യിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് അവർ ലീവ് തന്നു. ആ ലീവ് ഞങ്ങൾ പറഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് മെയ് 30-ാം തീയതിക്ക് ടിക്കറ്റ് കിട്ടി. അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഏപ്രിൽ 30-ാം തീയതിക്ക് ടിക്കറ്റ് കിട്ടി, മെയ് 1-ാം തീയതി തുടങ്ങി മെയ് 31-ാം തീയതി വരെ ലീവ് തരാം, ഒറ്റൊരു മാസം ലീവ് തരാമെന്ന് പറഞ്ഞേ. പക്ഷെ ഞങ്ങൾക്ക് ഏപ്രിൽ 30-ാം തീയതിയാണ് ടിക്കറ്റ് കിട്ടിയണേ. ഇതുകൊണ്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ എന്താവും അവർക്ക് പ്രതികരണം എന്നറിയാത്ത കാരണം പേടിച്ച് കാണിച്ചു ടിക്കറ്റ്. ഞങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ നിങ്ങൾ പോയിക്കോ, 30-ാം തീയതി പോയിക്കോ, പക്ഷെ നിങ്ങൾ ജൂൺ 1-ാം തീയതി ഇവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരിക്കണം. അവരത്രേ പറഞ്ഞോളൂ. എൻ്റെ മാതാവ് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ഈ ലീവ്. ഞാൻ വന്നത് ഈ മെയ് 2-ാം തീയതിയാണ് ഇവിടെ എത്തിയത്. പിന്നെ ഇന്നലെ ഞായറാഴ്ച ആയ കാരണമാണ് വരാൻ പറ്റാണ്ടിരുന്നത്. ഏറ്റവും ഫസ്റ്റ് ഇവിടെ വന്ന് ഈ ആൾക്കാരെ വന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് നന്ദി പറഞ്ഞിട്ടേ ബാക്കി എന്ത് കാര്യം ചെയ്യുള്ളൂ എന്ന് അന്നേ വിചാരിച്ചതാണ്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ലാംഗ്വേജും അറിയില്ലെങ്കിലും ഇറ്റാലിയൻ പത്രമാണ് 2 കെട്ട് മേടിച്ചിട്ട് പോയത്. അവിടെ ചെന്ന് 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ലാംഗ്വേജിലൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കിയതാണ്, ഇത് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ അത്ഭുതമുള്ള മാതാവിൻ്റെ മിറാക്കിളായ പള്ളിയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പത്രങ്ങൾ കൊടുക്കും. എല്ലാവരോടും പറയും ഇത് വായിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഏറ്റവും വലിയ എൻ്റെ ഒരു ടെൻഷൻ, കുർബാനയൊക്കെ കാണാൻ പറ്റുമോ, എങ്ങനെയാണ്, അന്യനാടല്ലേ എന്നുള്ളൊരു ഇതായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാൻ അവിടെയുള്ളത് ചാപ്ലൈൻ ഒരു മലയാളി അച്ഛനായിരുന്നു. പിന്നെ 3 ആഫ്രിക്കൻ സിസ്റ്റേഴ്സാണ്. അവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട്. അവിടുത്തെ ഹോസ്പിറ്റൽസിന് വേണ്ടി ആഴ്ചയിൽ 4 ദിവസം, ബാക്കിയത്തെ ദിവസം സിസ്റ്റേഴ്സിനും അച്ഛനും. അപ്പം ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുർബാനയ്ക്ക് പോകാമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ അച്ഛനോട് ചോദിക്കും, അച്ഛൻ ഞങ്ങൾക്ക് മലയാളം കുർബാന കാണാനൊരാഗ്രഹമുണ്ട്, അച്ഛൻ ചെല്ലോ എന്ന് ചോദിക്കും. അച്ഛൻ പറയും ഓക്കെ നിങ്ങളെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വാ, നമുക്ക് ചെല്ലാമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾക്ക് ഇടയ്ക്ക് മലയാളം കുർബാന കിട്ടും എല്ലാ ദിവസവും. ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ അത് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ മാത്രമാണ് കുർബാന മുടങ്ങാറുള്ളൂ. ബാക്കി എല്ലാ ദിവസവും കുർബാന കിട്ടാറുണ്ട്. പിന്നെ ഞാൻ കൃത്യമായിട്ട് ദശാംശം നാട്ടിലേക്ക് അയച്ച് ആർക്കൊക്കെയാണോ അതിന് അർഹതപ്പെട്ടവർ അന്വേഷിച്ച് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ പലരും ഞങ്ങൾക്ക് പറ്റുന്ന സാഹചര്യത്തിൽ വിളിച്ച് ഞങ്ങൾ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെയാണെങ്കിലും ഉടമ്പടിയിൽ എടുക്കാൻ അവർക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതെല്ലാം ചെയ്തെന്ന് എൻ്റെ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിലാപങ്ങൾ 3:22-23 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. സിമി ജെയ്സൺ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഉജ്ജ്വലമായ ജീവിതാനുഭവങ്ങളുടെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. രണ്ടുപേരും എത്ര കണ്ട് കൃപാസന മാതാവിൻ്റെ ആ ചൈതന്യത്തിൽ, പ്രത്യക്ഷീകരണത്തിൻ്റെ ആ വലിയ വെളിപ്പെടുത്തലിൽ, ഈശോയോടുള്ള സ്നേഹത്തിൽ അടിയുറച്ച് നിൽക്കുന്നുവെന്നും അത് ഓരോ നിമിഷവും ആ മക്കളുടെ ജീവിതത്തെ എങ്ങനെ നന്മകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ജീവിത ഉയർച്ചയിലേക്കും നയിക്കുന്നുവെന്നും നമ്മുടെ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത സിമിയുടെ വാക്കുകളിൽ അത് കമ്മ്യൂണിക്കേഷനാണ്. അത് മാതാവിനോടുള്ള നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ ജോലിക്ക് വേണ്ടിയല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയല്ല, ഇറ്റലി പോകാൻ വേണ്ടിയല്ല, മറിച്ച് അമ്മയോടുള്ള സ്നേഹത്തിൽ ആ തനിക്കുള്ള സമ്പർക്കം ഒരല്പം പോലും കുറയ്ക്കാതെ ഈ മകൾ നിലനിർത്തിയതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ആദ്യ അവസാനം നമ്മൾ കേട്ടത്. മോൾ പറഞ്ഞു 2 വർഷം മുമ്പ് ആദ്യം ഈ ഇറ്റലിക്ക് വേണ്ടി പ്രോസസ്സ് നടത്തി എല്ലാം ശരിയാകുമെന്ന് കരുതി അവസാന നിമിഷം റിജക്റ്റായി പോയത്. പിന്നീട് ഇറ്റലി പോകണമെന്ന് അങ്ങനെ വലിയ തീഷ്ണമായ ആഗ്രഹമോ ഉടമ്പടി പുതുക്കുമ്പോൾ നിരന്തരമായി എഴുത്തോ അങ്ങനെയൊന്നും ഉണ്ടായില്ല.
ആദ്യമൊരു തവണ അമ്മയുടെ കരങ്ങളിൽ നിയോഗം എഴുതി ഏൽപ്പിച്ചിരുന്നു. പിന്നീട് അത് നടന്നില്ല. നാട്ടിലൊരു ജോലി കിട്ടി, അത് തൃപ്തിയോടുകൂടി സ്വീകരിച്ചു, അതങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തെന്നാണ്. ജോസഫച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മോട് പറയും, നിങ്ങൾ ജീവിതത്തിൻ്റെ വളരെ വിശുദ്ധിയുള്ള ഗൗരവമുള്ള ഒരു നിയോഗത്തെയാണ് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതെങ്കിൽ അത് തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് നിരന്തരം എഴുതിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കേണ്ടതില്ല. അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ അമ്മ ആ സമയത്തിൻ്റെ ശരിയായ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അതിനുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. അതുതന്നെയാണ് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കണ്ടത്. 2 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ആ ഉറങ്ങുന്ന ആ നേരത്ത് ഒരു ഫോൺ കോൾ വരുന്നു. ഒന്നും അപേക്ഷിച്ചിട്ടില്ല, ആരോടുമൊന്നും ചോദിച്ചിട്ടില്ല. അത് ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്കൊപ്പം നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, സേവനം ചെയ്യുവാൻ താല്പര്യമാണോ എന്നൊരു ചോദ്യമാണ്. അതിൻ്റെ താല്പര്യം ജീവിത പങ്കാളി അംഗീകരിച്ചതുകൊണ്ട് അറിയിക്കുന്നു. പിറ്റേന്ന് നിന്നെ അറിയിക്കാം, ഇതേ സമയം വിളിക്കാമെന്നാണ് പറയുന്നത്. ഇറ്റലിയിൽ നിന്നാണ് വിളിച്ചത്. പിറ്റേന്ന് രാത്രി ഇതുപോലെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടായെന്ന്. പിന്നീട് സിമി പറഞ്ഞത് 3 മാസത്തേക്ക് ഒരനക്കവും ഉണ്ടായില്ല. സിമിക്ക് അതിനെക്കുറിച്ച് നിരാശയും ഉണ്ടായില്ല. കാരണം ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയല്ല, ഉടമ്പടിയിൽ അമ്മ മാതാവിനോടും ഈശോയോടുമുള്ള ബന്ധം ആഴപ്പെടാൻ വേണ്ടിയാണ് നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. 3 മാസം കഴിയുമ്പോൾ വന്ന അടുത്ത ഫോൺ കോള്, അത് കൃപാസനത്തിലേക്ക് ഉടമ്പടി പുതുക്കുവാൻ വേണ്ടി വരാൻ ഒരു വെളുപ്പിനെ എഴുന്നേറ്റ് 2:30 മണിക്ക് അവർ ഉണരുമ്പോൾ കിട്ടുന്ന ഫോൺ കോള്, നിനക്ക് ഇവിടത്തേക്കുള്ള വിസയുടെ കാര്യങ്ങൾ റെഡിയായിട്ടുണ്ട്, നീ വിസ അപ്ലൈ ചെയ്ത് കൊള്ളുക, നിനക്ക് പോരാനുള്ള സമയമായെന്നാണ്. ഇതാ മാതാവ് സമയച്ചുരുക്കത്തിൽ, സമയത്തിൻ്റെ ആ കൃത്യമായ പൂർത്തീകരണത്തിൽ ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയത്തെയും, തള്ളിക്കളഞ്ഞ വിഷയത്തെയും, ആവർത്തിച്ചോർക്കാത്ത വിഷയത്തെയും അമ്മ ഏറ്റെടുത്ത് തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് നിൻ്റെ ജീവിതത്തെ ഉയർത്തുവാനും പ്രത്യക്ഷീകരണത്തിൽ സ്ഥിരപ്പെടുത്തുവാനും വേണ്ടി അനുഗ്രഹിക്കും എന്ന് നമ്മൾ പറയുന്നത്. എത്ര സുന്ദരമായിട്ടാണ് മകൾ ആ പ്രോസസ്സ് മുഴുവനും തന്നെ അമ്മ മാതാവ് കരം പിടിച്ച് കൃപയിൽ വളർത്തുകയും അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുകയും വിദേശത്ത് ചെന്നിട്ട് അവിടെയുള്ള ഓരോരോ സാഹചര്യങ്ങളും ഓരോരോ പെർമിഷൻസും അതുപോലെ തന്നെ ലൈസൻസുകളും മകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തതെന്നാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്കെന്നും ഉറപ്പാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ കറയില്ലാത്ത ഹൃദയത്തോടു കൂടിയാണ് ജീവിതം ഏൽപ്പിക്കുന്നതെങ്കിൽ ദൈവം നിശ്ചയമായും കരുത്തുള്ള തീരുമാനത്തോടു കൂടി ജീവിത വിഷയത്തെ അനുഗ്രഹിച്ചിരിക്കും. അതിൻ്റെ ഒരു തുടർച്ചയാണ് സഹോദരൻ നമ്മളോട് പങ്കുവെച്ചത്. എന്തെങ്കിലും പ്രത്യേക കാര്യമല്ല പറഞ്ഞത്. ആകെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഞാൻ ചെന്ന നാട്ടിൽ മറ്റൊരു മലയാളിയില്ല, അവിടെയുള്ളവരൊക്കെ മറ്റു ഭാഷക്കാരാണ്. എനിക്ക് നിരന്തരം സംസാരിക്കുവാനും ഇടപഴകുവാനും എനിക്ക് ഒരു ഭാഷയിൽ സംസാരിക്കുവാനും അവിടെ ആരുമില്ല. എങ്കിലും കൃപാസന മാതാവ് ഏറ്റവും ശാന്തമായ സുരക്ഷിതത്വത്തിൽ എൻ്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരുന്നു. ബാക്കി മുഴുവനും സഹോദരൻ പങ്കുവെച്ചത് ഉടമ്പടി എങ്ങനെ നമ്മളെ വ്യത്യസ്തരാക്കുന്നു, ക്വാളിറ്റി ഉള്ളവരാക്കുന്നു, ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കുന്നു, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തീഷ്ണതയുള്ളവരാക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് ഓർക്കണമേ, ഉടമ്പടി ജീവിതം 1 or 2 കാര്യങ്ങൾ നേടുവാനല്ല, ദൈവത്തെ നിരന്തരം ജീവിതത്തോട് ചേർത്ത് പിടിച്ച് നിലനിർത്തുവാനാണ് നാം എടുക്കുന്നത്. അതുകൊണ്ട് ദൈവം ജീവിതത്തിൽ കൈമോശം വരാതെ, ഈശോയും അമ്മ മാതാവിൻ്റെയും സാന്നിധ്യവും സംരക്ഷണവും ഒരു നിമിഷം പോലും കൈമോശം വരാതെ ജീവിതത്തെ ദൈവഹിതപ്രകാരം മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്നതായിരിക്കണം ഉടമ്പടിയിലുള്ള പ്രാർത്ഥന. അതാണ് നമ്മളെ നിത്യതയിലേക്ക് നിരന്തരം നയിക്കുവാൻ ഉപകരിക്കുന്ന മൂലധനവും. അതുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവിക സംരക്ഷണങ്ങൾക്കും ഉടമ്പടി ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.